ഇന്ന് നമുക്ക് കണ്ണ് എങ്ങനെ അടിപൊളിയായിട്ട് വരയ്ക്കാമെന്ന് പഠിക്കാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഇയർബഡ്സ് ഒന്നെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2B പെൻസിലുണ്ട് ഷെയ്ഡിങ്സിനായിട്ട്. ആർട്ട്ലിൻ എന്ന ബ്രാൻഡിൻ്റെ 2B പെൻസിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ റെഫറൻസ് പിക്ചർ നമ്മൾ റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ണ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യമായിട്ട് കണ്ണിൻ്റെ മുകൾ വശം ഷെയ്ഡ് ചെയ്യുകയാണ്. മുകളിലത്തെ കണ്ണിൻ്റെ ആ ഡാർക്ക്നെസ് ഏരിയ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമ്മൾ കറക്റ്റായിട്ട് നമ്മളിവിടെ ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് 2B പെൻസിലാണ്. അപ്പോൾ നമ്മൾ പതിയെ നമ്മൾ ഷെയ്ഡ് ചെയ്യുക. പിന്നെ കണ്ണിൻ്റെ താഴ്ഭാഗത്തേക്കുള്ള ആ ഒരു ഭാഗവും കൂടെ കുറച്ച് ലൈറ്റായിട്ട് നമ്മളിവിടെ ഷെയ്ഡ് ചെയ്യുന്നു. പിന്നെ ഉള്ളിലത്തെ ഭാഗം നമ്മൾ എപ്പോഴും വൈറ്റ് ആയിരിക്കില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ലൈറ്റ് ഷെയ്ഡിങ്സ് നമ്മളിവിടെ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളിവിടെ ബഡ്സ് വെച്ചിട്ട് നമ്മളതിനെ ബ്ലെൻഡ് ചെയ്യുന്നു. വളരെ സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അധികം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കല ഉണ്ടാകുന്ന ചാൻസ് ഉണ്ടാകും, അതുകൊണ്ട് തന്നെ ലൈറ്റായിട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് കണ്ണിൻ്റെ മുകൾ വശത്തേക്ക് കിടക്കാം. മുകളിലത്തെ ആ ഡാർക്ക്നെസ് ഏരിയ ഒന്നുകൂടി ഞാൻ കട്ട് ചെയ്യുകയാണ്. സെയിം ഞാനിവിടെ ഉപയോഗിക്കുന്നത് 2B പെൻസിലാണ്. കുറച്ച് ഡാർക്കായിട്ട് ഞാനിവിടെ കുറച്ച് പ്രസ് ചെയ്തിട്ട് ഞാനിവിടെ വരച്ചെടുക്കുന്നു. നിങ്ങളും അതുപോലെ വരയ്ക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ഗ്രിഡ് മെത്തഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഔട്ട്ലൈൻ ഇടാം എന്ന ട്യൂട്ടോറിയൽ ഞാനിവിടെ ഫസ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, ഞാനിവിടെ മുകളിലെ വശത്തെ ഏരിയാസൊക്കെ ഞാനിവിടെ വളരെ ശ്രദ്ധിച്ച് ഞാനിവിടെ വരയ്ക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് താഴത്തെ കണ്ണിൻ്റെ ഏരിയയും നമ്മളിവിടെ വളരെ സാവധാനം വരച്ചെടുക്കുക. വളരെ പതിയെ ഉള്ളിലത്തെ ഡീറ്റെയിൽസ് ഉണ്ട്, കുറച്ച് ഡാർക്ക്നെസ് ഏരിയ. നമ്മൾ റെഫറൻസ് പിക്ചർ നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഡാർക്ക് ഉണ്ട്. അപ്പോൾ അത്രത്തോളം നമ്മളിവിടെ ഡാർക്ക് ചെയ്യുക. പിന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ ബഡ്സ് വെച്ചിട്ട് നമ്മളോട് വളരെ സാവധാനം ബ്ലെൻഡ് ചെയ്യുക. ഓക്കെ, നമുക്കിവിടെ പിന്നെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. കണ്ണിൻ്റെ കൃഷ്ണമണിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണിയിൽ ആ ലൈറ്റ്നെസ് പോർഷൻസും അതുപോലെ തന്നെ കൃഷ്ണമണിയും ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാനിവിടെ കൃഷ്ണമണി ഞാനിവിടെ 2B പെൻസിൽ വെച്ചിട്ട് ഞാനിവിടെ ഡാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും ഷെയ്ഡിങ് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് നമ്മൾ ഡാർക്ക്നെസ് വാല്യൂ കൂടിയ പെൻസിൽ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ലൈറ്റായിട്ട് നമ്മളിവിടെ ലെയർ വൈസ് ലെയർ വേണം ചെയ്യാൻ. അപ്പം ഞാനിവിടെ 2B വെച്ചിട്ട് ഞാൻ ഒന്ന് ലൈറ്റായിട്ട് ഞാനിവിടെ അധികം പ്രസ് ചെയ്യാതെ ഫുള്ളായിട്ട് നമ്മളുടെ കണ്ണിൻ്റെ കൃഷ്ണമണി നമ്മളിവിടെ ഫുള്ളായിട്ട് ഞാനിവിടെ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അത് ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടി നമ്മൾ ഫിനിഷിംഗ് ആയിട്ട് ആ റൗണ്ട് ഏരിയ നമ്മൾ ഒന്നുകൂടി ഡാർക്ക് ചെയ്യുക. കുറച്ച് പ്രസ് ചെയ്തിട്ട് ഡാർക്ക് ചെയ്യുക. പിന്നെ നമ്മൾ സെയിം പ്രോസസ്സ് ചെയ്യുകയാണ്. ബ്ലെൻഡ് ഇയർബഡ്സ് വെച്ചിട്ട് നമ്മളിവിടെ ബ്ലെൻഡ് ചെയ്യുന്നു. പിന്നെ ഞാൻ ഇവിടെ മാർസ് ലൂമോഗ്രാഫിക് പെൻസിൽ എന്ന് പറഞ്ഞ ഡാർക്ക് പെൻസിലുണ്ട്. അത് ഏറ്റവും നല്ല ഡാർക്ക് പെൻസിലായിരിക്കും. അപ്പോൾ അത് വെച്ച് നമ്മൾ ഡാർക്ക്നെസ് പോർഷൻസ് നമ്മളിവിടെ വരച്ചെടുക്കുന്നു. കണ്ണിൻ്റെ കൃഷ്ണമണി പിന്നെ ഹൈലൈറ്റ്സ് വെച്ച് ഞാനിവിടെ മോണോ 0 എറേസർ വെച്ചിട്ട് ഞാനിവിടെ ഹൈലൈറ്റ്സ് കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിച്ച് നോക്കുക. ഹൈലൈറ്റ്സ് നമ്മൾ മായ്ച്ച് വിടുക. ജസ്റ്റ് എവിടേക്കാണോ ലൈറ്റ്നെസ് ഉള്ളത് അവിടേക്ക് ഞാനിവിടെ ലൈറ്റായിട്ട് ഞാനിവിടെ മായ്ച്ച് കളയുന്നു. പിന്നെ ഉള്ളിലും ഹൈലൈറ്റ് ഏരിയയൊക്കെ ഞാനിവിടെ ലൈറ്റായിട്ട് മായ്ച്ച് കളയുന്നു. പിന്നെ നമ്മൾ വീണ്ടും 2B പെൻസിൽ വെച്ചിട്ട് ഞാനിവിടെ ഒന്നുകൂടി ഡാർക്ക്നെസ് ലെയറായിട്ട് നമ്മളിട്ട് കയറ്റുകയാണ് ചെയ്യുന്നത്. ഷെയ്ഡ് ചെയ്തെടുക്കുന്നു. ഓക്കെ, ആ ഉള്ളത്ത് നമുക്ക് കണ്ണിൻ്റെ ഉള്ളത്തെ ഡീറ്റെയിൽസ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. എന്നാലും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ച് ഞാൻ ഇവിടെ വരക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഒന്നുകൂടി നമുക്ക് കണ്ണിന് തിളക്കം കൂട്ടാൻ ഇവിടെ വൈറ്റ് ജെൽ പെൻ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഓൺലൈനായിട്ട് വാങ്ങാൻ പോകുന്നതാണ്. ഫ്ലിപ്കാർട്ട് അതുപോലെ തന്നെ ആമസോണിൽ കിട്ടുന്നതാണ്. ഞാനിവിടെ ഡാർക്ക്നെസ് ആയിട്ട് ഒന്നുകൂടി ഞാനിവിടെ മാർസ് ലൂമോഗ്രാഫിക്കിൻ്റെ പെൻസിൽ വെച്ചിട്ട് ഞാനിവിടെ ഒന്നുകൂടി ഡാർക്ക്നെസ് കൂട്ടുകയാണ്. ഒന്നുകൂടി നമുക്ക് അടിപൊളിയായിട്ട് കിട്ടാൻ വേണ്ടി 3D ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഡാർക്ക് വാല്യൂ ഒന്നുകൂടി കയറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഷെയ്ഡ് ചെയ്തെടുക്കുക. ഓക്കെ, ഞാൻ കണ്ണിൻ്റെ മുകൾ വശത്തെ ഏരിയ കിടക്കുകയാണ്. മുകൾ വശത്തെ ഏരിയ നമ്മളോട് ഓൾറെഡി 2B വെച്ച് നമ്മൾ ചെയ്തിരുന്നു. പക്ഷേ ഒന്നുകൂടി നമുക്ക് ഡാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഡാർക്ക്നെസ് വാല്യൂ ആയിട്ട് ഞാനിവിടെ മാർസ് ലൂമോഗ്രാഫിക് പെൻസിൽ വെച്ചിട്ട് ഞാനിവിടെ വളരെ കുറച്ച് അധികം പ്രസ് ചെയ്യാൻ പറ്റില്ല, ലൈറ്റ് പ്രസ് ചെയ്ത് തന്നെ ഇത് നല്ലൊരു കട്ടിയുള്ള ഡാർക്ക് പെൻസിലാണ്. അപ്പോൾ എല്ലാ ഡ്രോയിങ് കൂട്ടുകാരും അപ്പോൾ ഈ പെൻസിലൊന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് ഡ്രോയിങ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നോക്കുക. കണ്ണിൻ്റെ ഉള്ളിലത്തെ ഒന്നുകൂടി ഡീറ്റെയിൽസ് ഡാർക്ക്നെസ് ഏരിയ ഒന്നുകൂടി ഞാൻ ലെയർ ചെയ്യുകയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് കണ്ണിൻ്റെ ഉള്ളിലത്തെ ഭാഗം ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കണ്ണിൻ്റെ മുകളിലത്തെ ആ മടക്കിൽ കിടക്കാം. കണ്ണിൻ്റെ മുകൾ വശത്തെ മടക്ക് നോക്കുക. ടോവിനയുടെ കണ്ണിൻ്റെ മുകൾ വശത്തെ മടക്ക് നമ്മളിവിടെ ഷെയ്ഡ് ചെയ്യാണ്. 2B വെച്ചിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഡാർക്കായിട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഏരിയ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ
ഞാനിവിടെ ലെയറായിട്ട് ഞാൻ ചെയ്യുകയാണ്. ഫസ്റ്റ് ലെയർ ഞാൻ ചെയ്യുകയാണ്. വളരെ സാവധാനം ഷെയ്ഡ് ചെയ്തെടുക്കുന്നു. വളരെ സാവധാനം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമുക്കിവിടെ ഇയർബഡ്സ് വെച്ചിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്യാം. സൂപ്പറായിട്ട് നമ്മുടെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു. ഫുള്ളായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈറ്റ്നെസ് ഉള്ള ഏരിയ ഞാൻ അങ്ങനെ ഒഴിച്ചിട്ടുണ്ട് ലൈറ്റായിട്ട്. പിന്നെ കണ്ണിൻ്റെ മുകൾവശത്തെ ഏരിയ നമ്മളിവിടെ കിടക്കുകയാണ്. ഓക്കെ, ഞാനിവിടെ ഷെയ്ഡ് ചെയ്യാണ് ഡാർക്കായിട്ട്. കുറച്ചൊരു ഡാർക്ക്നെസ് ഏരിയ ആയതുകൊണ്ടാണ് കുറച്ചൊന്നും പ്രത്യേകിച്ച് ഞാനിവിടെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യുന്നു. നിങ്ങളും അതുപോലെ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് കണ്ണിൻ്റെ ആ പോളയുടെ മുകൾ വശത്തേക്ക് എടുക്കാം. വളരെ സാവധാനം ഞാൻ പെൻസിൽ വെച്ചിട്ട് എവിടേക്കാണോ ലൈറ്റ്നെസ് ഉള്ളത് ജസ്റ്റ് ആ പോർഷൻസ് മാർക്ക് ചെയ്തു. പിന്നെ ബാക്കിയുള്ള ഏരിയാസ് ഞാനിവിടെ ഫുള്ളായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് ലൈറ്റ് പ്രസ് ചെയ്തിട്ട് ഞാനിവിടെ ഷെയ്ഡ് എടുക്കുന്നു. വളരെ സാവധാനം കണ്ണിൻ്റെ പിരികം വിട്ടിട്ട് ബാക്കിയുള്ള ഏരിയാസൊക്കെ ഞാനിവിടെ ഷെയ്ഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളുടെ ബ്ലെൻഡിങ് ടൂളായ നമ്മളെ ബഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഫുള്ളായിട്ട് നമ്മുടെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു. ഓക്കെ, ബ്ലെൻഡും പ്രോസസ്സ് ഏകദേശം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇത്രയാണ് നമുക്കിപ്പോൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കിടക്കാം. ഇനി ഞാൻ എടുക്കുന്നത് വെച്ചാൽ ബാക്കിയുള്ള ആ പിരികത്തിൻ്റെ ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്യാണ്. കണ്ണിൻ്റെ പിരികം. ഓക്കെ, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ചെറിയ ഏരിയ ആയിരിക്കും. അതുകൊണ്ട് ചെറിയ ലൈൻസ് ഇടുക. അപ്പോൾ എപ്പോഴും നമ്മൾ പിരികം വരയ്ക്കുമ്പോൾ നമ്മൾ വളരെ പെൻസിൽസ് നമ്മൾ ഷാർപ്പായിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പെൻസിൽ എന്ന് വെച്ചാൽ സെയിം 2B ആണ് എടുക്കുന്നത്. നമ്മളെപ്പോഴും ഡാർക്ക്നെസ് വാല്യൂസ് ഫസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ റിയലിസ്റ്റിക് ലുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ലൈറ്റ് പെൻസിൽ വെച്ചിട്ട് ഞാനിവിടെ പിരികത്തിൻ്റെ ഡയറക്ഷൻ നമ്മളിവിടെ വരച്ചെടുക്കുന്നു. എങ്ങോട്ടാണ് പോകുന്നത് അത് നമ്മൾ നോക്കിയിട്ട് റെഫറൻസ് പിക്ചർ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ നമ്മളിവിടെ വരയ്ക്കുകയാണ്. ഓരോരോ ലെയറായിട്ട് നമ്മൾ വരയ്ക്കുക. കറക്റ്റായിട്ട് ഓരോരോ വളരെ ശ്രദ്ധിച്ച് നമ്മൾ വരക്കണം. അപ്പോഴേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അവിടെ ശ്രദ്ധിച്ച് നോക്കുക. ഓരോരോ രോമങ്ങൾ ഞാൻ വരയ്ക്കുകയാണ് സൂപ്പറായിട്ട്. അപ്പോൾ അതുപോലെ നിങ്ങളും വരയ്ക്കുക. ഏകദേശം ഞാനിവിടെ ഓരോരോ പോർഷൻസ് ഞാൻ കവർ ചെയ്ത് എടുക്കുകയാണ്. ഫസ്റ്റ് ലൈറ്റായിട്ട് വരയ്ക്കുന്നു. കുറച്ച് ഗ്യാപ്പ് വിടുന്നു. അപ്പോൾ ഓരോരോ മുടികൾ വരയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പ് വിടുക. അപ്പോഴേ നമുക്ക് റിയലിസ്റ്റിക് ലുക്ക് കിട്ടുള്ളൂ. കുറച്ചൊന്ന് പെൻസിൽ പ്രസ് ചെയ്തിട്ട് ഒന്നുകൂടി നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നല്ലൊരു നാച്ചുറൽ ലുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് കണ്ണിൻ്റെ പിരികത്തിൻ്റെ ഫസ്റ്റ് കോട്ടിങ്സ് നമുക്ക് ഏകദേശം ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. ലൈറ്റായിട്ട് നമ്മൾ ഷെയ്ഡ് എടുക്കുന്നു. അപ്പോൾ നോക്കുക, ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഏകദേശം നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ബാക്കി വരുന്ന വിട്ടിട്ടുള്ള ഏരിയ ഒക്കെ ഞാൻ ഒന്ന് കവർ ചെയ്തെടുക്കുന്നു. പെൻസിൽ വെച്ചിട്ട് നല്ലപോലെ ഷെയ്ഡ് ചെയ്തെടുക്കുന്നു. ഓക്കെ, ഇവിടെ കുറച്ച് ഡാർക്ക്നെസ് ഏരിയ കൊണ്ട് തന്നെ കുറച്ച് പ്രസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് നമ്മളെ ബ്ലെൻഡിങ് ടൂളായ നമ്മളെ ബഡ്സ് വെച്ചിട്ട് നമ്മളൊന്ന് പിരികത്തെ ഫുള്ളായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് റെഡി ആയി. ഇനി നമുക്കാണ് ഡാർക്ക്നെസ്സിലേക്ക് ഒന്നുകൂടി കിടക്കുകയാണ്. അത് നമ്മൾ ഇവിടെ മാർസ് ലൂമോഗ്രാഫിക് പെൻസിൽ എന്ന് പറഞ്ഞിട്ട് ആ ഡാർക്ക് പെൻസിൽ വെച്ചിട്ട് നമ്മളുടെ ഒന്നുകൂടി പിരികത്തിൻ്റെ ഡീറ്റെയിൽസ് കിടക്കാം. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ അടിപൊളി നാച്ചുറൽ ലുക്ക് കിട്ടുള്ളൂ.